പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതി തൊഴിൽ വാർത്ത പോലുള്ള നമ്മുടെ തൊഴിൽ മാധ്യമങ്ങൾക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ചധികം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരള PSCയുടെ കുറച്ച് അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ നമുക്ക് ആദ്യമേ കിടക്കാം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞതാണ്, ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ഫോളോ അപ്പുകൾ കൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഴുതുന്ന ഒരുപാട് പേര് എന്ത് ചെയ്യും, ആദ്യമേ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ നിന്ന് ഔട്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്ന്. ഞാൻ എന്താ പറഞ്ഞത്, അടുത്ത് കണ്ട ഈ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് സങ്കടമാണ് തോന്നി. കാര്യം ഒരുപാട് പേര് ഒരുപാട് പ്രതീക്ഷയോടുകൂടി എഴുതുന്ന പരീക്ഷ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പരീക്ഷകളാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവിടെ നിന്ന് വായിച്ചു നോക്കിയേ, LD ടൈപ്പിസ്റ്റിന്റെ 3050 അപേക്ഷകളാണ് നിരസിച്ചിട്ടുള്ളത്. എത്ര തവണ പറഞ്ഞ കാര്യമാണ്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിശ്ചിത ദിവസത്തിനുള്ളിനകത്ത് കൺഫർമേഷൻ കൊടുക്കണമെന്ന്. ഈ കൺഫർമേഷൻ മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഈ 3000-4000 പേര് അപേക്ഷ നിരസിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അവസരമാണ് ഇല്ലാതെ പോകുന്നത്. ഒരിക്കലും ഇത് കേരള PSCയുടെ നഷ്ടമല്ല, ഇത് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ നഷ്ടമാണ്. ഒരു കാരണവശാലും നിങ്ങളൊരു മെസ്സേജ് കേരള PSCയുടെ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ രാത്രി ചെയ്യാം, വൈകുന്നേരം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരം അവിടെ ഇല്ലാതെ പോകും. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ വാർത്ത ഇതല്ലായിരുന്നു, പക്ഷെ ഇത് പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഒരുപാട് പേര് ഇതങ്ങ് മിസ് ചെയ്യും. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ PSC പഠിക്കുന്നവരാണെങ്കിലും നമുക്ക് SSC എന്ന് പറയുന്ന വലിയൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. കാര്യം PSC കൂടെ അല്ലെങ്കിൽ PSCയുടെ കൂടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോലികളാണ് SSC എന്ന് പറയുന്നത്. അപ്പോൾ SSCയുടെ CHSL എന്ന് പറയുമ്പോഴത്തേക്കും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുമ്പോൾ +2 ലെവൽ എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഈ crownquiz.in എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 6000-ഓളം ക്വസ്റ്റ്യൻസ്, ഏകദേശം 250-ന് മേലെ ക്വിസുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ കാറ്റഗറീസും എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എല്ലാ കാറ്റഗറീസും ഇതിനകത്ത് ക്വിസുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ക്വിസസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാനായിട്ടും കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 999 രൂപയാണ് ഇതിൻ്റെ ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ. എന്ന് വെച്ചാൽ ഒറ്റ തവണ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ലൈഫ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സാധനം നിലവിൽ ഇപ്പോൾ 249 രൂപയ്ക്കാണ് നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു വീഡിയോ വഴി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ക്രൗൺ ക്യൂസ് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗൂഗിളിൽ crownquiz.in എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവിടെ കാണാനായിട്ട് കഴിയും. കണ്ടല്ലോ, അതിൽ ക്രാക്ക് CHSL എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ 250-ഓളം വരുന്ന മോഡൽ എക്സാംസ്, 600-ൽ പരം ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല സെക്ഷൻസ്, ഡെയിലി ക്വിസസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളുണ്ട്, നമ്മുടെ പ്രീവിയസ് ഇയർ ചാപ്റ്റർ വൈസ് വർക്കൗട്ട് ഉണ്ട്. അതിനകത്ത് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഡൽഹി സുൽത്താനേറ്റ്, നമുക്ക് അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റിനകത്ത് നിങ്ങൾ നോക്കാൻ നേരത്ത് കണ്ടല്ലോ, അതിനകത്തൊരു ടൈം കാണും, 15 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് നമ്മുടെ crownquiz.in എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എല്ലാ സെക്ഷൻസും, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള, എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജി, ഇംഗ്ലീഷ്, അങ്ങനെ വരുന്ന സകല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റ് കണക്ക് ചെയ്യാം. ഏറ്റവും അവസാനം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ നന്നായിട്ട് നമ്മുടെ SSC പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ്, എല്ലാവരും നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ആ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവുക. നിങ്ങൾ CHSL അതുപോലെ തന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 249 രൂപയുടെ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നിയമന
ശുപാർശ തുടങ്ങി 1627 സിവിൽ പോലീസ് ഓഫീസറും 250 വിമൻ സിവിൽ പോലീസ് ഓഫീസറുമാണ് നിലവിൽ ഇപ്പോൾ നിയമന ശുപാർശ പോയിട്ടുള്ളത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് നമ്പർ കാണുമ്പോഴത്തേക്കും കുറച്ച് സങ്കടം തോന്നുന്നുണ്ട്. കാര്യം കുറച്ച് പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ. 1627 സിവിൽ പോലീസ് ഓഫീസർമാരെയും 260 വിമൻ സിവിൽ പോലീസ് ഓഫീസർമാരെയുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ടേബിളും സൈഡിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ ഒരു ടേബിൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും അതുപോലെ തന്നെ ഒഴിവുകളും എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൽ CPOയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ തിരുവനന്തപുരത്തിൽ 2123 പേരാണ്. ഒഴിവുകൾ അവിടെ 221 മാത്രമേ ഉള്ളൂ. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 1108 പേരാണ്. ഇപ്പോൾ നിങ്ങളിപ്പം ഈ കണ്ടിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 1627 എന്ന് പറയുന്ന നമ്പർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം അത് 1108 വരെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ വിളിക്കും. നമുക്കറിയാം അതിൻ്റെ റൊട്ടേഷൻ ഓർഡറിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ വലിയ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ മലപ്പുറം ജില്ലയിൽ കണ്ടല്ലോ, മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 2400, ഒഴിവ് 373 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 832 പേരുടെ ലിസ്റ്റാണ് നമ്മുടെ MSPയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എറണാകുളത്താണെങ്കിൽ 1149 പേരുടെ ആണ് റാങ്ക് ലിസ്റ്റിലെ ഒഴിവ് 144 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 600 പേരെ എടുത്തിട്ടുണ്ട്. തൃശ്ശൂരിലാണെങ്കിൽ 2400 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് 294 പേർക്ക് ഒഴിവ് 984 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ജില്ലയിലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ പേര് എടുത്തിട്ടുള്ളത് MSP മലപ്പുറത്ത് തന്നെയാണ്, 373 പേരാണ്. ഏറ്റവും കുറവ് ആൾക്കാർ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ നിന്ന് 123 പേരുടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ളത് 600 പേരെ മാത്രമാണ്. അതിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ തവണ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 123 ഒഴിവുകളാണ്. അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ വന്ന് കാണാനായിട്ടുള്ള ഇടയുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് നിലവിൽ 7.8% മാത്രമാണ് പോലീസിലെ വനിതാ പ്രാതിനിധ്യം. അത് 15% പേർക്കെങ്കിലും നിയമന ശുപാർശ ലഭിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള നീക്കം വരുന്നത്. അപ്പോൾ എന്തായാലും വിമൻ സിവിൽ പോലീസിന്റെ എണ്ണം എന്തായാലും സിവിൽ പോലീസ് എണ്ണത്തിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം അല്ലേ. കാര്യം 7.8% ഒക്കെ എന്ത് ചെയ്യുക, 15%-ലേക്കൊക്കെ ഉയർത്തണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിലേക്ക് 651 ഒഴിവുകളുണ്ട്, പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. കണ്ടല്ലോ, ഇതിപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് എന്ന് പറയുമ്പോൾ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അങ്ങനെയുള്ള നിരവധി അതിനകത്ത് തന്നെ നല്ല നല്ല ഡിപ്പാർട്ട്മെന്റുകളാണ് എല്ലാം. കണ്ടല്ലോ, ഹാൻഡിക്രാഫ്റ്റ്, KSFE, അതുപോലെ ഹൗസിംഗ് ബോർഡ്, ബിവറേജസ് കോർപ്പറേഷൻ, നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ബോർഡ്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, ലേബർ വെൽഫെയർ ബോർഡ്, പിന്നെന്താണ്, പിന്നെ അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക്, കയർ ബോർഡ് കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് നിലവിൽ ഇപ്പോൾ 651 ഒഴിവുകളാണ് നിലവിലുള്ളത്. പക്ഷെ റാങ്ക് ലിസ്റ്റ് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും 3114 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ട് ഏകദേശം 6 മാസമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഒഴിവ് വന്നിട്ടുള്ളത് ജല അതോറിറ്റിയിലാണെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എക്സാംസിൻ്റെ റിസൾട്ട് വരുന്നതനുസരിച്ച് തന്നെ ഇതിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും വേഗം നടക്കട്ടെ, കുറച്ച് പേരുടെയെങ്കിലും ജീവിതം രക്ഷപ്പെടട്ടെ അല്ലേ. അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡ് ടൈപ്പിസ്റ്റിലേക്ക് സാധ്യതാ ലിസ്റ്റിൽ 106 പേര് വരുന്നുണ്ട്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ ഗ്രേഡ് 2 എല്ലാ ജില്ലയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേര് ഇവിടെയും വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 60 പേർ കൂടി നിയമന ശുപാർശ പോയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ ഒഴിവാക്കൽ സ്ഥിരമാക്കുന്നു, തെറ്റുകൾ പതിവാക്കിയ പരീക്ഷ പ്രഹസനം എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. കാര്യം ഒരുപാട് പരീക്ഷകൾ, അതിൽ എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലല്ലോ മെനഞ്ഞാന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷ, നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ എക്സാം ഉണ്ടല്ലോ, ഒരു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു സാധനം, സർഫസ് എന്ന് പറഞ്ഞാൽ പ്രതലം, ടെൻഷൻ എന്ന് പറഞ്ഞാൽ പിരിമുറുക്കം. സർഫസ് ടെൻഷൻ എന്ന് പറയും പ്രതല പിരിമുറുക്കം. ഞാനൊരു കമ്മ്യൂണിറ്റി ബോക്സ് ഇട്ടതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ പേറ്റന്റ് PSC വാങ്ങിച്ചതാണ് തോന്നുന്നത്. കാര്യം ഇമ്മാതിരി ഊളത്തരമാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അതിൽ മാത്സിൻ്റെ ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളായാലും എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ 100 ചോദ്യം ഇടാനായിട്ട് ഇനി വേറെ വല്ല ബോർഡിനെയും വെക്കേണ്ടി വരുമോ?
ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാക്സിമം തെറ്റുകളില്ലാതെയും ഒക്കെ ചെയ്യണ്ടേ. കാര്യം 100 ചോദ്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൽ 6 ചോദ്യം ക്യാൻസൽ ആക്കുന്നു, 5 ചോദ്യം മറ്റേ തിരുത്തു വരുത്തുന്നു. എന്താണ് കാണിക്കുന്നത്? ഒരു ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ദയവേത് അധികാരികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയേണ്ടത്, നമ്മുടെ LD ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ഒന്നും കൂടി പറയാണ്, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പോകരുത് കേട്ടല്ലോ. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. വെറുതെ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ലിസ്റ്റിൽ വരത്തില്ല. യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ പിന്നെയും കിടക്കുകയാണ്. യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 6389 അപേക്ഷകൾ നിരസിക്കുന്നു. നിങ്ങൾ നിരസിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ അപേക്ഷ അയക്കുന്നത്? ഒരു പരീക്ഷ അയക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മിനിമം ആയിട്ടുള്ള ഒരു ശ്രദ്ധ എടുക്കേണ്ടത് നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യത്തിലാണ്. ഞാൻ എല്ലാ വീഡിയോയിലും വന്ന് ഓരോ പ്രസംഗിക്കുന്ന കാര്യമാണ്. വീണ്ടും ഇതേ കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 100-150 ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് കണ്ടല്ലോ, 6300 പേര് 6300 പേര് അപേക്ഷ നിരസിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് നഷ്ടം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ LDC ഇടുക്കിയിൽ 18 പേർക്ക് കൂടി നിയമനം വരുന്നുണ്ട്. ഞാനിങ്ങനെ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എന്തിനാണ് വെറുതെ നിങ്ങൾ അവസരം കളയുന്നത് അല്ലേ. ഇവിടെ 3000, ഇവിടെ 6000, എല്ലാം കൂടി 9000, 10000 പേരുടെ അപേക്ഷയാണ് നിരസിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം നമ്മൾ PSC കൊടുക്കുന്നത്? അതുപോലെ തന്നെ 36 തസ്തികകളിൽ നമ്മുടെ PSCയുടെ വിജ്ഞാപനം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ 15-ാം തീയതി വന്നിട്ടുള്ള ഗസറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ നോൺ വൊക്കേഷണൽ ടീച്ചറിലേക്കുള്ള ജിയോഗ്രഫി, മാത്സ് അങ്ങനെയുള്ള വിഭാഗം. പിന്നെ ഡ്രഗ്സ് ഇൻഫർമേഷൻ കൺട്രോൾ ബ്യൂറോയിലേക്കുള്ളത് ഡെപ്യൂട്ടി മാനേജർ വിഭാഗം 1, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, നമ്മുടെ ട്രേഡ് ഇൻസ്ട്രക്ടർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ്, പിന്നെ മോൾഡർ, അസിസ്റ്റന്റ് ക്യാഷർ, ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ കാവടി വന്യജീവി വകുപ്പിലേക്കുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്കുള്ളത് നിലവിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അവിടെ കിടന്ന് ഈച്ചടിച്ച് പോവാതെ ദയവ് എന്ത് ചെയ്യുക, പ്രൊഫൈലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാർത്തയാണ്. ഞാൻ എടുത്തിട്ടത് വേറൊന്നുമല്ല. സർക്കാർ ജോലിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അടച്ച് കെട്ടി വെച്ചേക്കുവാണ്. കാര്യം നമുക്ക് ആർക്കെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സർക്കാർ നമ്മളെ പിടിച്ചങ്ങ് ബാൻ ചെയ്യും അല്ലേ. അപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലെ സർക്കാർ വിമർശനം, ജീവനക്കാർക്ക് കർശന പെരുമാറ്റം ചട്ടം വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംസാര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഉത്തര കൊറിയയിലേക്ക് നമ്മൾ കടക്കുകയാണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയവയിലേക്കുള്ള സർക്കാർ വിരുദ്ധ എഴുത്തുകൾ ചട്ടലംഘനമായി കണക്കാക്കുകയും പെരുമാറ്റച്ചട്ടത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജോലിയൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഇതിനെതിരെ ഒന്നും സംസാരിക്കാൻ പോകരുത്. അവരതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട്, ഇതിനൊക്കെ സൈബർ വിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് 8ന്റെ പണി അവരെന്ത് ചെയ്യും, ജോലിയിൽ കയറുമ്പോഴായാലും ജോലിക്ക് മുമ്പായാലും അവർ തരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു PSC വാർത്തയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, ആ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ crownquiz.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. നല്ലൊരു വെബ്സൈറ്റാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിയും. ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്ന ഒരു എക്സാമിനേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു PSC ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.